പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത് കാണുക. അവരുടെ മനസ്സറിയാം, അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് ഇന്ന് പുറത്തു വരുമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഈ പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങളോട് പ്രണയവും ഒക്കെ ഉള്ളപ്പോഴും ആ വ്യക്തി ഈ ലോകത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചുറ്റുമുള്ള പല ആളുകളെയും ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വാധീന വലയത്തിൽ ആ വ്യക്തി സഞ്ചരിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി ഏറ്റവും ഇഷ്ടത്തിൽ സ്നേഹിക്കുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്കൊപ്പം നിലകൊള്ളുമ്പോഴും മറ്റുള്ളവർ ആ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ, അവരുടെ തീരുമാനങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ പോലും സ്വീകരിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത്തരം വ്യക്തികളുടെ സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് അവരോട് നോ എന്ന് പറയാൻ സാധിക്കുന്നില്ല. അത് ഒരുപക്ഷെ അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ടോ ആയിരിക്കാം, ഒരുപക്ഷെ അവരോടുള്ള ഭയം കൊണ്ടോ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, എത്ര ആളുകൾ സ്വാധീനിച്ചാലും, എത്ര ആളുകൾ നിങ്ങളുടെ വ്യക്തിയെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിച്ചാലും, ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളോടുള്ള സ്നേഹം ഒട്ടും കുറയുന്നില്ല. നിങ്ങളോട് ഉള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ലാതെ അത് കടന്നു പോകുന്നുണ്ട്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടാൻ തന്നെയാണ് എന്നും കണക്കാക്കുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കില്ല. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും, പ്രശ്നങ്ങളുണ്ടെങ്കിലും, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളൊരു വലിയ സൗഭാഗ്യമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. പ്രതിസന്ധികൾക്കിടയിൽ പലപ്പോഴും നിങ്ങൾക്ക് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയുടെ സ്നേഹം ഒരു റയർ സ്നേഹമാണ്. മറ്റൊരു സ്ഥലത്തും നിങ്ങൾ കാണാത്ത ഒരു സ്നേഹമാണ്. നിങ്ങളോടുള്ള കരുതലും അതുപോലെ തന്നെയാണ്. ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയുകയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിയിൽ സ്വാധീനമുള്ള ചില ആളുകൾ കൃത്യമായിട്ട് ആ വ്യക്തിയുടെ ആ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അവർ പലപ്പോഴും നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോടും പലപ്പോഴും ദേഷ്യവും സങ്കടവും, എന്നോട് ആത്മാർത്ഥത ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്കും തോന്നിയേക്കാം. പക്ഷേ ആ വ്യക്തി പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ചില കമ്മിറ്റ്മെൻറ്റുകളുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ എനിക്ക് ചില സ്വാധീനത്തിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഈ സ്വാധീനം ചെലുത്തുന്ന ആളുകൾ പതുക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും സൗകര്യപ്രദമായിട്ട് സന്തോഷത്തോടെ സമൃദ്ധിയോടെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും നല്ല സ്നേഹവും ഇഷ്ടവും ആത്മാർത്ഥതയും നിങ്ങളോട് എപ്പോഴും ആ വ്യക്തി പുലർത്തുന്നുണ്ട്. നമുക്ക് അടുത്ത പൈലിലേക്ക് പോകാം. തീർച്ചയായിട്ടും അടുത്ത പൈലായ ഈ പൈല് സ്വീകരിച്ച ഒരു റീഡിംഗാണ് പറയുന്നത്. നിങ്ങളോട് വല്ലാത്ത ശാരീരിക മാനസിക അടുപ്പം ആ വ്യക്തി കാണിക്കുന്നു. മറ്റാരും പിന്തിരിപ്പിച്ചാൽ പോലും ഒരുപാട് പേര് ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ വ്യക്തി കാണുന്നില്ല, കേൾക്കുന്നില്ല. നിങ്ങളോടുള്ള ഇഷ്ടം വല്ലാത്ത ഒരു ഫീലിങ്സായി മാറുകയാണ്. ശാരീരികമായും മാനസികമായും നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നൊരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും ആ വ്യക്തിക്ക് പ്രശ്നമല്ല. കേവലം വൈകാരികതയോടുകൂടി, വൈകാരികമായ സംഭവവികാസങ്ങളോടുകൂടിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഏതെല്ലാം അതിർവരമ്പുകൾ ലംഘിക്കേണ്ടി വന്നാലും അതിനെക്കുറിച്ചൊന്നും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ശത്രുക്കളോ ഈ ബന്ധം തുടർന്നാൽ ഉണ്ടാകും എന്നുള്ള ഫീലിങ്സോ അതൊന്നും ഈ വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നമല്ല. കേവലം നിങ്ങളെ സ്നേഹിക്കുക മാത്രമാണ് ആ വ്യക്തിയുടെ തീരുമാനം. മാത്രമല്ല, സ്നേഹത്തിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്നേഹപ്രകടനം കുറഞ്ഞാൽ അത് വഴക്കിട്ട് തിരിച്ചു മേടിക്കാനും വാശി കാണിക്കാനും നിങ്ങളോട് ദേഷ്യപ്പെടാനും പോലും ആ വ്യക്തി തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു.
തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത ഇഷ്ടം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. ഒരിക്കലും നിങ്ങളോട് സ്നേഹത്തിൻ്റെ കുറവില്ല. സ്നേഹം കൂടി ഒരു തരം ഭ്രാന്ത് പോലെ ആയോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒരു കുറവോ കാണിക്കാൻ ആ വ്യക്തി തയ്യാറല്ല. എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കാൻ മാത്രമാണ് ആ വ്യക്തിക്ക് കഴിയുന്നത്. ഒരിക്കൽ പോലും നിങ്ങളെ മാറ്റാൻ മറിക്കാനോ ആ വ്യക്തിക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ പ്രതിഷ്ഠിപ്പിക്കാനൊന്നും ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തി വിചാരിച്ചാൽ പോലും ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ ചിന്തയും അതിനനുവദിക്കില്ല. പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തേണ്ടി വരും. അത് ലോകത്തെവിടെ നിന്നാലും എല്ലാ സമയത്തും അകലെയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനും നിങ്ങളിലേക്ക് തിരിച്ചെത്താനും മാത്രമേ ആ വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അത്രത്തോളം ആഴത്തിലുള്ള ഇഷ്ടം നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നുന്നു. ആ ഇഷ്ടത്തിനെ പലരും പല രീതിയിൽ തകർക്കാൻ വന്നിരുന്നു. പക്ഷെ അവർക്കാർക്കും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കണ്ണടച്ച് നിൽക്കാം, കാരണം ഒരിടത്തും ആ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോകില്ല. കാരണം നിങ്ങളെ അല്ലാതെ സാമാന്യം ഉൾക്കൊള്ളാൻ പോലും ആ വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ ആഴത്തിലുള്ളൊരു ബന്ധമാണിത്, ദൃഢമാണ്. വൈകാരികമായി സ്നേഹിക്കുന്നു. ഒരുപാട് ശത്രുക്കളുണ്ടായാലും ഉണ്ടാക്കിയാലും ആ വ്യക്തിയുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.